കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ദൈവത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം ഈ ധ്യാനത്തിന് കൂടുവാൻ ദൈവം അനുവദിച്ച ആ അനന്ത സ്നേഹത്തിന് നന്ദി പറയുകയാണ്. കാരണം ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനമാണ്, അതിന് കൂടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ എഫാത്തെ പോലെ ഓരോ കൊന്ത ചൊല്ലും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ശുശ്രൂഷ ജീവിതത്തിൽ പരിചയമൊന്നുമില്ല. അപ്പോൾ വളരെ പ്രതികൂലമായിരുന്നു. അതിൻ്റെ തലേദിവസം വരെ ഞങ്ങൾ വരാനൊരുങ്ങിയെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് യാത്ര ക്യാൻസലാക്കേണ്ടി വന്നു. കുറച്ച് സുഖമില്ലാത്ത കുടുംബത്തിൽ ഒരു 3-4 പേർക്ക് സുഖമില്ലാതെ വന്നു. അതിൽ പ്രത്യേകിച്ച് മകൻ്റെ ഭാര്യ 1 മാസമേ ആയിരുന്നുള്ളൂ ഗൾഫിൽ പോയിട്ട്. പെട്ടെന്ന് അവൾക്ക് കൺസീവായി. അപ്പോൾ അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, പെട്ടെന്ന് കയറിപ്പോരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിന് അവളെ കൊണ്ടുവരണം പറഞ്ഞു. എനിക്ക് വീട്ടിൽ നിന്നേ പറ്റുള്ളൂ. പക്ഷേ വല്ലാത്ത ഞാൻ ആഗ്രഹിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ധ്യാനം കൂടാൻ. തക്ക സമയത്ത് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് മനസ്സിൽ വേദനയുണ്ടായിരുന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ വരാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം ഇങ്ങനെ കിട്ടി. നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയിലുണ്ട്. എനിക്കറിയില്ല ഇതെന്താ 2-3 പ്രാവശ്യം ഇങ്ങനെ കിട്ടിയപ്പം ഞാൻ ചെന്ന വചനം നോക്കി. സെഫാനിയ 3:7 വചനമായിരുന്നു അത്. വീണ്ടും ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ട് നടന്നു. ഏതായാലും കർത്താവിൻ്റെ ഹിതമായിരുന്നു ഞങ്ങളിവിടെ വരണമെന്നുള്ളത്. ഞങ്ങൾ 2 പേരും വന്നു. കാരണം മക്കളെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ നിർബന്ധിച്ചു. പപ്പയും പൊയ്ക്കോ അമ്മയും പൊയ്ക്കോ, അവിടെ നിൽക്കേണ്ട, ഞങ്ങൾ വന്നോളാം, വന്ന് അവിടെ താക്കോൽ നിൻ്റെ അടുത്ത് കൊടുത്താൽ മതി, നിൻ്റെ വീട്ടിൽ പൊയ്ക്കോളാം. അവർ ഞങ്ങളെ കുറേ നിർബന്ധിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. 1 കർത്താവിൻ്റെ ഹിതമായിരുന്നു, 2 എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധമായിരുന്നു ഞാനിവിടെ വരാൻ എന്നെ അനുവദിച്ചത്. ഇത്രമാത്രം എന്താ പറയണ്ടേ, ഒരു വിരുന്ന്, അതായത് ഇത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു വിരുന്നൊരുക്കി ഈ കാത്തിരുന്നിട്ട് അത് നമുക്കത് കിട്ടാതിരിക്കുക, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കാൻ പോലും കഴിയുന്നില്ല. ബ്രദറിൻ്റെ ക്ലാസ്സിൻ്റെ ആരംഭം മുതൽ ബ്രദർ പറയുമായിരുന്നു, ഇൻഫിനിറ്റി ഈസ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. 2 ദിവസം 3 ദിവസം ബ്രദർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും ബ്രദറിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് നീങ്ങി. ജ്ഞാനത്തിൻ്റെ ക്ലാസ് വന്നു, കുറച്ചൊക്കെ മനസ്സിലായി. ദൈവകരുണയുടെ ക്ലാസ് വന്നു, കുറച്ചും കൂടെ വ്യക്തമായി. അതായത് ബ്രദറിൻ്റെ ആ ആവിഷ്കരണം, അനന്ത നന്മയായ ദൈവം, സമയത്തിന് അധീനനായ മനുഷ്യനെ സമയത്തിന് അതീതമായ ദൈവം അവനിലേക്ക് ഇറങ്ങി വന്ന് ഒന്നായി തീർന്ന് അവനോട് ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് ആ അനന്തത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ പാപികളായ നമ്മളോടുകൂടി അങ്ങനെ ദൈവം ഒന്നായി തീർന്നിട്ട് അങ്ങനെ ഒന്നിച്ചാകാൻ പറ്റുമോ? അത് വീണ്ടും ഒരു സംശയമായിരുന്നു. വീണ്ടും ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ദൈവകരുണ, ദൈവ നീതി. ഇന്നായപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ നീതിയുടെ ആ ക്ലാസ് കേട്ടപ്പോൾ ശരിക്കും ഇതുവരെ കേൾക്കാത്ത രീതിയിൽ നേരെ വിപരീതമായിട്ടുള്ളൊരനുഭവം. കാരണം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട്, അതായത് ആദത്തിൻ്റെ പാപത്തിൽ മനുഷ്യകുലം മുഴുവൻ ഏക ശരീരമായിരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ നീതിയിൽ ലോക ജനത മുഴുവൻ ഒന്നായി തീർന്നു. അപ്പം ആ അനന്തതയിലേക്ക് പാപികളായ മനുഷ്യരെ ദൈവം ഉയർത്തുന്ന ആ വലിയ ഒരു ബോധ്യം, അത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി തീരും. അതാണ് ഞാനിവിടെ ഒന്നാമത് കരുതുന്നത്. അതുപോലെ വേറെ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ വിചാരിക്കുമായിരുന്നു ദൈവകൃപ ഓരോരുത്തർക്കും കൊടുക്കുന്നു, ഓരോരുത്തരും ഓരോ രീതി ദർശനം കാണുന്നു, ഒത്തിരി കൃപയുള്ളവരാണ്. എനിക്കറിയാം അവിടെ എഫാത്തയിലുള്ള എല്ലാ ശുശ്രൂഷകരും ഇവിടെ ഉണ്ട്. എല്ലാവരും വലിയ വചനപ്രഘോഷകരും വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. എനിക്കിതൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ദൈവകൃപ കൊടുക്കുന്നതുകൊണ്ടാണ്, എനിക്കൊന്നും അത് കിട്ടത്തില്ല. അപ്പം പിന്നെ എനിക്ക് എന്ത് പറയാനാണ് പറ്റുന്നത്? അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് ബോധ്യം കിട്ടി. അതായത് കടലിലെ മുത്തെടുക്കണമെങ്കിൽ കടലിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങൾ മുങ്ങിച്ചെന്നെങ്കിലല്ലേ കിട്ടുള്ളൂ. പിന്നെ ലൗകികമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്രയോ ശ്രദ്ധ പതിക്കുന്നു, എത്രയോ അധ്വാനിക്കുന്നു, 24 മണിക്കൂർ നമ്മൾ അധ്വാനിക്കുന്നു.
പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട്? അപ്പോൾ അങ്ങനെ അധ്വാനിക്കാതെ, അതായത് വിയർപ്പൊഴുക്കാതെ എങ്ങനെയാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്? അപ്പോൾ അതൊരു വലിയൊരു ബോധ്യമായിരുന്നു. അങ്ങനെ പിന്നീട് എല്ലാ ക്ലാസ്സും അതെ, ഒന്നിനൊന്നിന് അതായത് കൂടുതൽ വിശിഷ്ടമായ വിരുന്നായിരുന്നു ഇവിടുന്ന് ഒരുക്കിയത്. അതെല്ലാവരും പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ ഗാനപൂജ പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും അതായത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രമാത്രം ആസ്വാദ്യകരമായ ഒരു വിരുന്ന് ഇവിടെ ഒരുക്കി തന്ന ബ്രദർ തോമസ് പോളിനും ടീമിനും എല്ലാവർക്കും ഒത്തിരി ദൈവാനുഭവം, കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരുടെ ശുശ്രൂഷകൾ നയിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്